എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുതേ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ രോഗങ്ങൾക്ക് കാരണം എന്താണ്, അതിനെന്താണ് പരിഹാരം എന്ന് ജ്യോതിഷപരമായി നമുക്കൊന്ന് ചിന്തിക്കാം. ഞാനിതിനു മുമ്പുള്ള ചാനലിൽ പറഞ്ഞ മാതിരി എല്ലാ രോഗത്തിനും കാരണം നമ്മുടെ കാർമിക് ഡെപ്റ്റാണ്. കാർമിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത നല്ലതിൻ്റെയും കെട്ടതിൻ്റെയും ഒരു ആകത്തുക. എന്നാൽ നമ്മൾക്ക് ഈ രോഗകാരണങ്ങൾ എന്താണ്, അത് നമ്മുടെ ആരൂഢത്തിൽ നിന്ന്, നമ്മുടെ ജാതകത്തിൽ നിന്ന് അതെങ്ങനെ മനസ്സിലാക്കാം, അതിന് എങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ആ രോഗം കുറയാൻ ചാൻസ് ഉണ്ട് എന്നൊന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഇത് ഞാനൊരു 3 പാർട്ടായിട്ട് ആണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഞാൻ ചെയ്യുന്ന പ്രാക്ടീസ്, അതായത് ജാമക്കോൾ എന്ന് പറയും. ജാമക്കോൾ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾക്കൊക്കെ ഒരു പുതിയതായി തോന്നുകയാണെങ്കിലും പുതിയ വിധിയായി തോന്നുകയാണെങ്കിലും പ്രശ്നം നോക്കാൻ ഏറ്റവും നല്ല ഒരു വിധിയായി സൗത്ത് ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ പ്രബലമായ ഒരു ജാതക പ്രശ്ന പരിഹാരത്തിന് ഉള്ള ഒരു വിധിയാണെന്ന് തന്നെ പറയാം ജാമക്കോൽ. ഇതുമൂലം നമുക്ക് പെട്ടെന്ന് ഒരാളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് എന്തായിരിക്കാം, എവിടായിരിക്കാം ഈ രോഗമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് ജാതകപരമായി എന്താണ് അതിന് പരിഹാരമെന്നും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു കാര്യം, ഈ പരിഹാരം മാത്രം ചെയ്താൽ പോരാ. കാരണം നമ്മൾക്കിപ്പോൾ ഉദാഹരണത്തിന് ഈ ജ്യോതിഷപരമായി നോക്കിയാൽ ചൊവ്വയാണ് നമുക്കതിനകത്ത് അതിനകത്ത് ബാധിച്ചതായിട്ട് കണ്ടാൽ നമുക്കറിയാം ചൊവ്വ എന്ന് പറഞ്ഞാൽ എന്താണ്. ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തെ കുറിക്കുന്ന ഒരു ഗ്രഹമാണ്. അതായത് ജാതകപരമായി നോക്കിയാൽ അത് രക്തത്തെ കുറിക്കുന്ന ഒരു ഗ്രഹമാണ്. അത് മാത്രമല്ല, ചൊവ്വ നമ്മുടെ ചുവന്ന രക്താണുക്കളെന്ന് പറയില്ലേ, അതിനെ കുറിക്കുന്നതാണ്. നമ്മുടെ മസ്കിൾസിനെ കുറിക്കുന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ഓരോരുത്തരും, ഉദാഹരണമായിട്ട് ഞാൻ പറയാം, സൂര്യൻ എന്ന് പറയുന്നത് ഹാർട്ടിനെ കുറിക്കുന്നു, ചന്ദ്രൻ എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോയെ കുറിക്കുന്നു, വ്യാഴമെന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്കുകൾ, അതായത് എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ കൊഴുപ്പ് എന്നൊക്കെ പറയില്ലേ, കൊഴുപ്പ് കൊണ്ടുള്ള ബ്ലോക്കുകൾ എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഒരു ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഹാർട്ടിൽ ഹാർട്ടിൻ്റെ എന്താ പറയുക, മസ്കിൾസ് സ്ട്രോങ് ആണോ, ഒരു ഹാർട്ടിൽ എന്തായിരിക്കും. ഇത് ഞാൻ പറയുന്നത് ഒരു ജ്യോതിഷപരമായിട്ടുള്ള ചിന്തയാണ്. ഇത് നമ്മളൊരു ഇത് എടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നല്ല ഒരു കാർഡിയോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട് അതിനുള്ള പരിഹാരം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം, കൂടെ പരിഹാരവും ചെയ്യണം. അപ്പോൾ ഇത് രണ്ട് ആത്മീയമായിട്ടുള്ള പരിഹാരവും മെഡിക്കലി ട്രീറ്റ്മെൻറ്റും ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് നമ്മളങ്ങ് ഫീൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ജാമക്കോൽ നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ ഒരാളുടെ 4-ാം ഭാവത്തെ ബാധിക്കുന്നതായിട്ട് കാണും. അതുപോലെ നക്ഷത്രത്തിലെ നമ്മുടെ കർക്കിടക രാശിയെ ബാധിക്കുന്നതായിട്ട് കാണാം. അതേമാതിരി ഈ പറയുന്ന ഗ്രഹങ്ങളില്ലേ, അതായത് സൂര്യന്, ചന്ദ്രൻ, ചൊവ്വ, ജൂപ്പിറ്റർ. ഇപ്പോൾ സൂര്യനെ ബാധിച്ചായിട്ട് ഹാർട്ടിൻ്റെ ഉപരിതലത്തിൽ ഹാർട്ടിൻ്റെ ബലം എന്താണ്, ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റി കുറയുന്നത്, അതാണ് ഈ സൂര്യനെ കൊണ്ട് കാണിക്കുന്നത്. ബ്ലഡ് ഫ്ലോ, അതായത് ബ്ലഡിൻ്റെ ഫ്ലോ കറക്റ്റായില്ല ആണോ അല്ലയോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ചന്ദ്രനാണ്.
ഹാർട്ടിൻ്റെ മസിൽസ് നല്ല സ്ട്രോങ് ആയിട്ട് വർക്കാവുന്നുണ്ടോ, അതാണോ കുഴപ്പം എന്നറിയാനായിട്ട് ചൊവ്വായ നോക്കാം. അതേപോലെ അതിൻ്റെ ആർട്ടറീസ് ബ്ലോക്കേജ് ആണോ എന്നത് വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് ഏകദേശം എന്ത് ചെയ്യാം. ഇതൊരു 50% നമ്മളൊരു എന്താ പറയുന്ന ഒരു പ്രിലിമിനറി ചെക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കതുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ സാധാരണ പറയും നമ്മൾ ഗ്യാസാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാം. ചിലപ്പോൾ ഹാർട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകാറുണ്ട്. ഒരാൾക്ക് ചെറിയൊരു അസുഖങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പറയും നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ ആ സമയത്തൊരു സൗകര്യം ഇല്ല. ആ സമയത്ത് നമുക്കത് തൽക്കാലം ഒന്ന് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പിന്നെ ഗുണമുള്ളൂ കേട്ടോ. ഇതൊരു അൾട്ടിമേറ്റ് ഒന്നും അല്ല. തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം, വേണ്ടിയ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് എന്താണ് കാരണം, അങ്ങനെയൊക്കെ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പം ആർട്ടറീസ് ബ്ലോക്കായിട്ട് കാണുന്നത്, ജൂപ്പിറ്ററെ ബാധിച്ചായിട്ട്, വ്യാഴത്തെ ബാധിച്ചായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജൂപ്പിറ്ററിനുള്ള പരിഹാരം ചെയ്യാം, അതായത് വിഷ്ണു പരിഹാരങ്ങൾ ചെയ്യാം. അതേ സമയത്ത് തന്നെ അപ്പം വരെ നമുക്ക് അതിന് വേണ്ടിയ മുൻകരുതലുകൾ എടുക്കാൻ വെക്കും. ഇപ്പോൾ ഒരു ഇതിപ്പോൾ ഞാൻ ജാമക്കോൽ എന്ന് പറഞ്ഞ പ്രശ്നമായതുകൊണ്ടാണ് അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ വേദിക് അസ്ട്രോളജി പ്രകാരം, നമ്മൾ പാരമ്പര്യ അസ്ട്രോളജിയൊക്കെ വേദിക് അസ്ട്രോളജി അല്ലെങ്കിൽ പാരമ്പര്യ അസ്ട്രോളജിയൊക്കെ പ്രകാരം നോക്കുമ്പോൾ നമുക്ക് ആറാം ഭാവത്തിനെ തുടർന്നുള്ള ഗ്രഹങ്ങളും, ആറാം ഭാവാധിപതി എവിടെ ഏതെങ്കിലും പാവദോഷങ്ങൾ നിൽക്കുന്നത്, അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇയാൾക്ക്, ഈ ജാതകർക്ക് നാളത്തെ കാലത്തെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് കുറച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഫുഡിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിവിധികളൊക്കെ ചെയ്യാം. ഇതൊന്ന്. രണ്ടാമത് നമുക്ക് ആത്മീയ പരിഹാരങ്ങളും ചെയ്യാം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത് ഞങ്ങൾ നോക്കുന്നത് KP അസ്ട്രോളജി എന്ന് പറയും, അതായത് കൃഷ്ണമൂർത്തി പദ്ധതി എന്ന് പറയും. കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ജ്യോതിഷ ആചാര്യനായിരുന്നു. അദ്ദേഹം വന്നിട്ട് നമ്മുടെ വേദിക് അസ്ട്രോളജിയെ വന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് അത് അദ്ദേഹത്തിൻ്റെ പേരിൽ KP അസ്ട്രോളജി എന്നുള്ള പേരിൽ ഉണ്ടാക്കി. അത് വളരെ പ്രശസ്തമാണ്. കാരണം അത് സോഫ്റ്റ്വെയറിലാക്കി വളരെ മൈന്യൂട്ടായിട്ട്. ആദ്യം ഇത് കാൽക്കുലേഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു ജാതകം അങ്ങനെ KP അസ്ട്രോളജിയിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഏകദേശം 8 മണിക്കൂറോ 7 മണിക്കൂറൊക്കെ എടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് സോഫ്റ്റ്വെയറിൽ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ ഒക്കുന്നുണ്ട്. അതിലെന്താ വ്യത്യാസം എന്നറിയാമോ? നമ്മുടെ ജാതകങ്ങളിൽ സാധാരണ ഒരു ഘട്ടം, ആകെ 12 ഘട്ടങ്ങളേ ഉള്ളൂ. നമ്മൾ പറയുന്നതാണ് 2 ഇരട്ടക്കുട്ടികൾ ജനിച്ചു, അവർക്ക് വന്നിട്ട് പിന്നീട് എന്താ പറയുന്നത്, ഒരേ സമയത്ത് ജനിച്ച 2 കുട്ടികൾ, ഒരാൾ വന്നിട്ട് നന്നായിരിക്കുന്നു, ഒരാൾ വന്നിട്ട് വളരെ ഇതായിട്ട് എന്താ പറയുന്നത്, വളരെ പൂറായിട്ടിരിക്കുന്നു, എന്താ കാരണം എന്നൊക്കെ ചോദിക്കാറില്ല. സാധാരണ ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഒരാൾ നല്ല സന്തോഷമായിട്ട് ജീവനോട്ടിരിക്കുന്നു, ഒരാൾ മരിച്ചുപോയി. ഇതൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത്? എന്താ ഒരേ സമയത്തല്ലേ, അങ്ങനെ ഒരേ ഇടത്തല്ല ജനിച്ചേ, ഒരേ അച്ഛനും അമ്മയ്ക്കും അല്ലേ ജനിച്ചേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളില്ലേ. അപ്പോൾ ഇതിന് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയാറുണ്ട് പാരമ്പര്യ അസ്ട്രോളജിയിൽ നവാംശം, പിന്നീട് അഷ്ടവർഗങ്ങളൊക്കെ നോക്കി കുറച്ച് വളരെ വളരെ ഡീപ്പായിട്ട് നോക്കിയാൽ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പക്ഷേ KP അസ്ട്രോളജിയിൽ എന്താണെന്നറിയാമോ? 30 സെക്കൻഡ് വ്യത്യാസം, ജസ്റ്റ് 30 അല്ല, ജസ്റ്റ് ചിലതൊക്കെ ഒരു 5 സെക്കൻഡ് വ്യത്യാസത്തിൽ ജാതകം മാറും. കാരണം അങ്ങനെയാണ് അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓരോ രാശിയെ 108 വീണ്ടും ഡിവൈഡ് ചെയ്ത് സബ് ഡിവിഷൻ നോക്കി, അത് അടുത്ത സബ് ലോഡ് എന്ന് പറയും, സബ് ലോഡ് നോക്കി ചെയ്യുന്നതാണ് KP അസ്ട്രോളജി. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഒരു ജാതകർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ 3 അതായത് ഈ KP അസ്ട്രോളജി, അതുപോലെ വേദിക് അസ്ട്രോളജി, അതുപോലെ ജാമക്കോല, ഈ 3 എടുത്തിട്ട് ഈ 3 രീതിയിലും ഒന്ന് ഡയഗണൈസ് ചെയ്ത് നോക്കും. ഡയഗണൈസ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ട്. അതിലുപയോഗിച്ച് പല ജാതകങ്ങളും, അത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയിരക്കണക്കിന് ജാതകങ്ങൾ ഞങ്ങൾ നമ്മുടെ പഴയ ജാതകങ്ങൾ പലരുടെയും, ഞങ്ങളെ മാത്രം നോക്കിയതല്ല, പല ആചാര്യന്മാർ നോക്കിയ അവരുടെ ഇതിലുള്ള ഗ്രൂപ്പിലുള്ള ജാതകങ്ങൾ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഈ പർട്ടിക്കുലർ ജാതകവുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കും. അത് നമുക്ക് വളരെ എളുപ്പമാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതും ഞങ്ങളുടെ ഈ 3 ഞാൻ പറഞ്ഞില്ലേ, വേദിക്ക്, KP അല്ലെങ്കിൽ ജാമക്കോൽ വെച്ച് ഇതെന്താണെന്ന് ഒരു ഏകദേശ രൂപം ഞങ്ങൾക്ക് കിട്ടുമല്ലോ. ഇതും എല്ലാം വെച്ചിട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനുണ്ട്. അത് ഏകദേശം ഒരു 60 മുതൽ 70% കറക്റ്റ് ആകാനാണ് അങ്ങനെയാണ് കാണുന്നത്.
അതിൽ നിന്നാണ് നമ്മൾ നമ്മൾ എന്താണ് പരിഹാരം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളത് പരിഹാരം ചെയ്യുന്നത് ഒരു വഴി. അതായത് ഒരു ദൈവികമായിട്ടുള്ളൊരു ഹെൽപ്പ് നമുക്കിപ്പം എന്തെങ്കിലും ഒരു എമർജൻസിക്ക് ഒരു ദൈവിക ഹെൽപ്പ് അത്യാവശ്യമാണല്ലോ. അത് വന്നിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിഹാരം ചെയ്യുന്നത്. തീർച്ചയായിട്ടും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലും ഒരാൾക്ക് വന്നിട്ട് പിന്നെ ഓരോ ജാതകർക്ക് വന്നിട്ട് ഇംഗ്ലീഷ് മരുന്നായിരിക്കും, അതായത് ഇംഗ്ലീഷ് മെഡിസിൻസ് ആയിരിക്കും, മോഡേൺ മെഡിസിൻസ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ചേരുന്നത്. വേറൊരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ട് ആയുർവേദമായിരിക്കും ചേരുന്നത്, വേറൊരാൾക്ക് ഹോമിയോപ്പതി ആയിരിക്കും ചേരുന്നത്, ഇതുവരെ അല്ലെങ്കിൽ സിദ്ധയായിരിക്കും ചേരുന്നത്. അപ്പോൾ ഇതിലേതാണ് നമ്മൾക്ക് പറ്റിയ ട്രീറ്റ്മെൻറ്റ് ഏതാണ്, അതായത് ക്രിട്ടിക്കൽ ഡിസീസൊക്കെ ഇല്ലേ, അതിലൊക്കെ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് കറക്റ്റായിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് ഏത് വേയിലും നമ്മൾ പോയാൽ മുന്നോട്ട് നല്ലതായിരിക്കും എന്ന് വരയ്ക്കും നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം, പലർക്കും അറിയാം, നമുക്ക് ഈ വാദം എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഈ വാദത്തിനൊക്കെ സാധാരണ ചിലർക്ക് ആയുർവേദം പിടിക്കും, ചിലർക്ക് ആയുർവേദം അടുപ്പിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് വന്നിട്ട് ഹോമിയോ പിടിക്കും, ചിലർക്ക് വന്നിട്ട് മോഡേൺ മെഡിസിൻസ് ആയിരിക്കും പിടിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എന്നാൽ എല്ലാവർക്കും ഒരേ മാതിരി ആകരുതോ? അങ്ങനെ ആകാൻ കാരണം നമ്മളുടെ പിന്നെ ഗ്രഹനിലയിലനുസരിച്ച്, നമ്മുടെ 6-ാം ഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ 6-ാം ഭാവാധിപതിയുടെ ബലം അനുസരിച്ച് ഓരോന്നിനും ഓരോ വ്യത്യാസമുണ്ട്. പിന്നെ ഞങ്ങൾ 6, 8, 12 ഇതൊക്കെ ഭാവങ്ങളും ഒക്കെ ഞങ്ങൾ നോക്കും. ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ജാതകത്തിൽ പിന്നെ രോഗത്തെ പറ്റിയുള്ള ഒരു ഏകദേശ രൂപം ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ പിന്നെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഓരോ ഗ്രഹങ്ങളെ പറ്റിയും, ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഏത് രോഗത്തെ ഉണ്ടാക്കുന്നതെന്ന് പറ്റിയും ഒക്കെ അടുത്ത വീഡിയോകളിൽ ഞാൻ പറയാമെന്ന് ഇഷ്ടപ്പെടുന്നു. അതുപോലെ നമ്മുടെ ഈ പറയുന്ന വേദിക് അസ്ട്രോളജിയെ പറ്റിയും ജാമക്കോലിനെ പറ്റിയും KP അസ്ട്രോളജിയെ പറ്റിയൊക്കെ ഒരു ചെറിയ വിശദീകരണം തരാൻ ആ സമയത്ത് എനിക്ക് അടുത്ത വീഡിയോകളിൽ ഞാൻ ചെയ്യാം. എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി. ദയവ് ചെയ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.